ശ്രീമദ് ഭാഗവതം നമ്മളിന്ന് സ്കന്ധം 1 അഞ്ചാമത്തെ അധ്യായമായ വ്യാസമഹർഷിക്ക് ലഭിച്ച നാരദോപദേശമാണ് നോക്കുന്നത്. അപ്പോൾ 1 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അതിനുശേഷം കീർത്തുമാനും വീണാധാരിയുമായ ദേവർഷി നാരദൻ സുഖമായ ഒരിടത്ത് വന്ന് വേദവ്യാസന്റെ അടുത്ത മുന്നിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ വേദവ്യാസനൊരു വിഷമം, ഇതൊരു തൃപ്തിയില്ലായ്മ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വീണാധാരിയായ, എന്താണ് വീണ? വീണ മീട്ടുകയാണ് ചെയ്യുക. വീണ മീട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പൾസാണ്. നമ്മൾ നാരദൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൾസാണ്. ഈ പൾസ് തന്നെയാണ് ശബ്ദമായിട്ട് പുറത്തേക്കെല്ലാം വരുന്നത്. വീണയിൽ ഇങ്ങനെ വീട്ടുന്ന മാതിരി ഓരോ പൾസ് കറക്റ്റ് ടൈമിൽ ഉണ്ടാകുമ്പോഴാണ് ഏതൊരു കർമ്മത്തെയും പ്രേരിപ്പിക്കുന്നത്. നമ്മളെ മനസ്സിലും ഒരു പൾസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ, ഓരോ ഉപകരണത്തെ പറ്റി പറയുമ്പോഴെല്ലാം ആ ക്യാരക്ടറിൻ്റെ സ്വഭാവമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് 2 വേദവ്യാസനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ ശാരീരികവും മാനസികവുമായ ചൈതന്യം, ശരീരവും മനസ്സും, ഈ ശരീരവും മനസ്സും കൂടിയതിന് ജീവാത്മാവ് എന്ന് പറയും. ശാരീരികവും മാനസികവുമായ ചൈതന്യം സ്വചൈതന്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നുവോ? ആ ശരീരവും മനസ്സുമാകുന്ന ജീവാത്മാവ് സ്വചൈതന്യത്തോടു കൂടി തന്നെയാണോ ഇരിക്കുന്നത്? ആ പരമാത്മാവുമായിട്ട് ചേർന്ന് തന്നെയാണോ ഇരിക്കുന്നത് എന്ന്. അത് ചേരുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ആ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണോ? നമ്മളൊന്നും രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതാണ് ഭൗതികതയിൽ കൂടുതൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളെ ആത്മാവിനെ പറ്റി, ഉള്ളിലുള്ള ആ ശക്തിയെപ്പറ്റി നമ്മൾ ഒരു ബന്ധവും നമുക്കില്ല. അങ്ങനെ തന്നെയാണോ? അല്ല, ചേർന്ന് തന്നെയാണോ? വേദവ്യാസനോട് ചോദിക്കുകയാണ്, ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പം ഇതെല്ലാം പരമാത്മാവാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ടോ? 3 പറയാണ്, അറിയേണ്ടതെല്ലാം അങ്ങ് വേണ്ടതിലധികം അറിഞ്ഞു കഴിഞ്ഞു. അറിയേണ്ടതെല്ലാം അങ്ങ് ഇഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രവൃത്തിയിലും അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവൃത്തിയിലും പ്രാക്ടിക്കലും, തിയറിയും പ്രാക്ടിക്കലും എല്ലാം ഉണ്ട്. അങ്ങനെ ആശ്ചര്യകരമായ ഭാരത ഇതിഹാസത്തെയും ഉണ്ടാക്കി. അങ്ങ് വേദങ്ങൾ മാത്രം രസിക്കുകയല്ല, ഭാരത മഹാഭാരതവും എല്ലാം എഴുതി. 4 പറയുന്നത്, ഏതു കാലത്തും അഴിവില്ലാതെ നിലകൊള്ളുന്ന പരബ്രഹ്മതത്വം, ഒരു കാലത്തും അഴിവില്ലാതെ നിലകൊള്ളുന്ന, ഒരു മാറ്റമില്ലാതെ നിലകൊള്ളുന്ന, അത് അതേപോലെ തന്നെയാണ്. അതിന് വേറെ മാറ്റമൊന്നും വരില്ല. ആ പരബ്രഹ്മതത്വം യാതൊന്നോ അതും അങ്ങയാൽ പരിചിന്തനം ചെയ്യപ്പെട്ടു. അങ്ങ് അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങ് ബ്രഹ്മത്തെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങ് അറിയാത്ത വിഷയമൊന്നുമില്ല. ഭൗതിക പരാസൈൻസും അപരാസൈൻസും, പരാസൈൻസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട, അതിനോ അങ്ങ് എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഭൗതികമായ എല്ലാ ആധുനിക സയൻസും എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതാണ് അപരാസൈൻസ്. എന്നിട്ടും കൃതാർത്ഥനാകുന്നില്ല. എന്തോ ഒരു വ്യസനം. ഇതെല്ലാം, അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യവും അറിഞ്ഞിട്ടും എന്താകുന്നില്ല? ഒരു തൃപ്തിയില്ല, എന്തോ ഒരു അതൃപ്തി. അപ്പൊ 5 ഇത് കേട്ടപ്പോൾ വേദവ്യാസം പറയുകയാണ്, അങ്ങ് പറഞ്ഞ ഇതെല്ലാം എനിക്ക് ഉള്ളത് തന്നെ. ഈ പറയുന്ന ഗുണമെല്ലാം എനിക്കുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ, പരമാത്മാവിനെ എല്ലാം, ബ്രഹ്മത്തെ എല്ലാം മനസ്സിലാക്കിയ വ്യക്തി തന്നെയാണ്. പക്ഷേ എൻ്റെ ആത്മാവിന് സന്തോഷമില്ല. എനിക്കൊരു ആത്മാവിന് സന്തോഷമില്ല. അതിനുള്ള കാരണം ബ്രഹ്മാവിൽ നിന്നും ജനിച്ച അങ്ങയോട് ചോദിക്കുകയാണ്. അപ്പം നാരദൻ ബ്രഹ്മാവിൻ്റെ
പുത്രനാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കും മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച ശക്തിവിശേഷം സൃഷ്ടിയുടെ ആദ്യ സമയത്ത് തന്നെയുണ്ട്. എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം, അതാണ് നാരദൻ. അത് ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്നിട്ട് ആർല് പറയുന്നത്, അതുകൊണ്ട് അങ്ങ് മാത്രം സകല ഗൂഢരഹസ്യങ്ങളും അറിയുന്നു. ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചതായത് കൊണ്ട് ബ്രഹ്മ സൃഷ്ടിയുടെ രഹസ്യം മുഴുവൻ മനസ്സിലാണ്. സൃഷ്ടിയെ ആദ്യം മനസ്സിലാണ് ഉണ്ടാകുന്നത്. ചിന്തിച്ചിട്ട് ഇങ്ങനെ സൃഷ്ടിക്കണം. അപ്പം അതിൻ്റെ എല്ലാ തത്വങ്ങളും ആ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, ബ്രഹ്മാവുമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ജനിച്ച മാനസപുത്രനെ മാതിരിയാണ് നാരദൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സകല ഗൂഢരഹസ്യങ്ങളും സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗൂഢരഹസ്യങ്ങളും അറിയാം. കാരണം എല്ലാറ്റിൻ്റെയും കാര്യകാരണ സ്വരൂപനും സത്വാദി ഗുണങ്ങളാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും, അതായത് സത്വാദി ഗുണങ്ങളോടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എന്നാൽ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന ശ്രീഹരിയെ അങ്ങ് ഉപാസിക്കുന്നു. അപ്പം പക്ഷേ അങ്ങ് ബ്രഹ്മാവിൽ നിന്നാണ് ജനിച്ചത്, സൃഷ്ടി രഹസ്യം മുഴുവൻ ഉള്ളിടത്തു നിന്നാണ് ജനിച്ചത്. പക്ഷെ അങ്ങ് ഉപാസിക്കുന്ന ആരെയാണ്? വിഷ്ണുവിനെയാണ്. ഏത് വിഷ്ണു? വിഷ്ണുവിൽ നിന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ഉത്ഭവിച്ച ആ സ്ഥലത്തു നിന്ന് തന്നെ ത്രിഗുണങ്ങളോടുകൂടിയാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന, അതാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ എവിടെയുള്ള എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന അതാണെങ്കിലും അതുമായിട്ടൊന്നും ബന്ധമില്ലാതെ മാറി നിൽക്കുന്ന ആ ശ്രീഹരിയെയാണ് അങ്ങ് ഉപാസിക്കുന്നത്. മാത്രമല്ല ഏഴിലെന്ത് പറയുന്നു, അന്ന് 3 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. കാരണം ഏത് പ്രപഞ്ചത്തിലെ എല്ലാ ലോകത്തിലും അങ്ങെത്തണം. കാരണം ഇവിടെ സൃഷ്ടിയുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്തും നാരദന്റെ ജോലിയാണത് സ്റ്റാർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വിസിലടിക്കുമല്ലോ. നമ്മൾ ഇന്നലെ നാരദൻ എന്താണെന്ന് പറഞ്ഞു, ഏതൊരു കർമ്മവും കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു തള്ളു വെച്ചു കൊടുക്കും. ആ ശക്തിയാണ്. 3 ലോകങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ വേദവ്യാസൻ അങ്ങനെ 3 ലോകത്തൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെയോ ഏതുപോലെ? സൂര്യനെ പോലെ അങ്ങ് ഈ 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ വായു പോലെ എന്തുണ്ട്? വായുവിനെ പോലെ പ്രാണികളുടെ അന്തർഭാഗത്തും സഞ്ചരിച്ചിട്ട് അവിടെയുള്ള ചീത്ത സ്വഭാവങ്ങളെല്ലാം അങ്ങേക്കറിയാം. വായു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് സൂര്യനെ പോലെ, അകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. കാരണം ശരീരത്തിൻ്റെ അകത്തെന്തും പ്രവർത്തനങ്ങൾ നടക്കേണ്ട സമയത്ത് അത് പ്രേരിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാണല്ലോ ഓരോ വികാരങ്ങളെല്ലാം വരുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ പിന്നാലെ എടുത്ത് ചാടുന്നത്. അപ്പോൾ എല്ലാം പ്രേരിപ്പിക്കുന്ന ശക്തി ഉള്ളിലും എല്ലാം അത് സഞ്ചരിക്കുകയാണ്. അതില്ലാത്ത സ്ഥലമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും സ്പർശിക്കുമ്പോൾ ഉടനെ നമ്മളെ ബ്രെയിനിലേക്ക് അത് എത്തുന്നുണ്ട് ഒരു സന്ദേശം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്പർശനത്തിലൂടെ പ്രതികരിക്കും. സ്പർശനം, നോക്കൽ, കേൾക്കൽ, ഇതെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെയെല്ലാം ആര് ആക്ട് ചെയ്യുന്നുണ്ട്? നാരദൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നാരദൻ ശരീരത്തിൻ്റെ അകത്ത് വായു പോലെ എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്, 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര വേദവ്യാസൻ അങ്ങനെ സഞ്ചരിച്ച് പരിചയമൊന്നുമില്ല. ഇങ്ങനെയൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. അതിൻ്റെ എന്തുണ്ട്? ശരീരത്തിൻ്റെ അകത്തുള്ള ചീത്ത വൃത്തികളെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. പരമായ ബ്രഹ്മത്തിലും അപരമായ വേദത്തിലും യോഗ സാധന കൊണ്ടും അധ്യായങ്ങൾ കൊണ്ടും മുഴുകിയിരിക്കുന്ന എൻ്റെ വലിയ കുറവിനെ ചിന്തിച്ചറിഞ്ഞോ ഉപദേശിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാലും, അതായത് ഞാൻ പാരാസയൻസിലും അപരാസയൻസിലും അല്ല. പാരാസയൻസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റിയുള്ള സയൻസ്, അപരാസയൻസ് എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്രം, ഭൗതിക സയൻസ് മുഴുവൻ എന്ന് പറയാം. ഇതിലെല്ലാം പിന്നെ യോഗ സാധനകളിലൂടെയും അധ്യായത്തിലൂടെയെല്ലാം ഞാനിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും
ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കിയതിൽ എനിക്ക് എവിടെയാണ് വലിയൊരു കുറവ് വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ചറിഞ്ഞൊന്ന് പറഞ്ഞു തരാനാണ് പറയുന്നത്. ചിന്തിച്ചറിഞ്ഞ് പറയുക. അപ്പൊ ഇതിൽ നിന്നാണ് ആ സന്ദേശം വരുന്നത്? തലച്ചോറിൽ നിന്ന് തന്നെയാണ്. ചിന്തിച്ചറിഞ്ഞ് പറഞ്ഞാലെന്നാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഓരോ ഐഡിയ നമുക്ക് ഇട്ട് തരുന്നത്. അതാരാണ്? നാരദനാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ആ നാരദനൊരു സന്ദേശം ഇട്ട് തരാ, നീ മറ്റേ ഇന്ന് എഴുതിക്കോ, എനിക്ക് ഇന്ന കുഴപ്പമുണ്ട്. അപ്പോഴാണ് പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ ഒന്ന് അവിടെയെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുള്ളൂ. അതാണ് നാരദൻ. അപ്പോൾ 8 നാരദൻ എന്ത് പറയുന്നു? ഭഗവാന്റെ നിർമ്മലമായ യശസ് അങ്ങയാൽ മിക്കവാറും പറയപ്പെട്ടിട്ടില്ല. അതായത് അങ്ങ് ആ ബ്രഹ്മത്തെപ്പറ്റി അല്ലെ ആത്മീയതയെപ്പറ്റി അധികം പറയപ്പെട്ടിട്ടില്ല. എവിടെ? വേദങ്ങൾ മുഴുവൻ, ഉപനിഷത്ത് പുരാണങ്ങളിലെല്ലാം തന്നെ ഭൗതിക കാര്യങ്ങളാണ് ഉള്ളത്. അത് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മത്തെപ്പറ്റി അവിടെ മാത്രമേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം അവരാ സയൻസ് തന്നെയാണ്. പ്രപഞ്ചം, വേദം എന്ന് പറഞ്ഞാൽ ആത്മീയ ഗ്രന്ഥമൊന്നുമല്ല. ഉപനിഷത്തും പുരാണങ്ങളിലും എല്ലാം ഉള്ളത് ഭൂരിപക്ഷവും ഈ പ്രപഞ്ചമായിട്ട് ഇപ്പം പറയുന്നത് മുഴുവൻ എന്താണ്? കൃഷ്ണനെ പറ്റി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. പറയുന്നത് തന്നെ ബ്രഹ്മം തൊട്ടിട്ട് നാരായണ അങ്ങനെയുള്ള ഒരു വാക്കിലേക്ക് പോവുകയല്ലാതെ, പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതിലേക്ക് പോവുകയല്ലാതെ, നമ്മൾ ഭാഗവത കഥ കേൾക്കുമ്പോഴും നേരെ എവിടെ എത്തും? രാധേ രാധേ എന്നും പറഞ്ഞ് എത്തും. അവിടേക്കൊന്നല്ല ഇത് പോകുന്നത്. അപ്പോൾ വേദങ്ങളിലാകട്ടെ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല, വെറും സയൻസ് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി വിശേഷത്തെ അങ്ങ് മിക്കവാറും പറയപ്പെട്ടിട്ടില്ല. അതായത് ഈ ഗ്രന്ഥങ്ങളിലൊന്നും അതില്ല. ഏത് ധർമ്മതത്വം കൊണ്ട് മാത്രം സന്തോഷിക്കുകയില്ലയോ അങ്ങനെയുള്ള ജ്ഞാനം അപൂർണമാണ്. അതായത് ഈ പ്രപഞ്ച രഹസ്യം, ആധുനിക സയൻസ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും കണ്ടെത്തിയാലും ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്, അതെന്തിനു വേണ്ടിയാണോ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന കാര്യം അറിയില്ലെങ്കിൽ അത് അപൂർണമാണ്. അപ്പോൾ ആ ബ്രഹ്മത്തെപ്പറ്റി പരാമർശിക്കാത്ത പുസ്തകങ്ങളെല്ലാം അപൂർണമാണ്. അതായത് വേദങ്ങളായാൽ പുരാണ ഉപനിഷത്തുക്കൾ 4 വേദങ്ങളും 17 പുരാണങ്ങളും അതിനെപ്പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ആത്മീയതയൊന്നും അധികം കയറി പറഞ്ഞിട്ടില്ല. ആത്മീയത എന്ന് പറയുന്ന ആ ബ്രഹ്മത്തെപ്പറ്റി അധികം പറഞ്ഞിട്ടില്ല. എല്ലാം അറിയാം, അങ്ങനെ ഇതെല്ലാം അറിയാമെങ്കിലും അതിനിവിടെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയാഞ്ഞത്. കാരണം എന്തുകൊണ്ട്? നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ബ്രഹ്മം നമ്മളുടെ ഒരു കാര്യത്തിൽ ഇറങ്ങി വരും. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യത്തിലും ഇറങ്ങി വരുന്നില്ല. പിന്നെ അതിനെ പറ്റിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതിനെക്കൊണ്ട് അത് നിർഗുണമായ സംഗതി, അതിനെപ്പറ്റി ഒരു ഗുണവുമില്ല. പക്ഷെ അതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, അതാണ്. പക്ഷെ അത് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. നമുക്കതിനെ സ്വാധീനിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആധുനിക സയൻസ് അതിലധികം പ്രാധാന്യം അദ്ദേഹം കൊടുക്കാൻ. എന്നിട്ട് 9 എന്ന് പറയുന്നു, ധർമ്മത്തിന് അടിസ്ഥാനമായ പുരുഷാർത്ഥങ്ങൾ യാതൊരു പ്രകാരത്തിൽ വർണ്ണിച്ചുവോ, ധർമാർത്ഥങ്ങളായ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ധർമാർത്ഥം, കാമം, മോക്ഷം, ഇതെല്ലാം നമ്മളെ ഭൗതിക ജീവിതവുമായിട്ട്. മോക്ഷം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം. ഇതെല്ലാം പുരുഷാർത്ഥങ്ങൾ യാതൊരു പ്രകാരത്തിൽ വർണ്ണിച്ചുവോ അതേപോലെ വാസുദേവന്റെ മഹത്വം വർണ്ണിക്കപ്പെട്ടില്ല. അങ്ങ് ചെയ്യാതെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വാസുദേവന്റെ ആ ബ്രഹ്മത്തെപ്പറ്റി അധികം പരാമർശം നടത്തിയില്ല. അതും ഇടക്ക് വർണ്ണിക്കണമായിരുന്നു. കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അതാണ് നാരദൻ എന്ത് ചെയ്യുന്നതിന് ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എവിടെയും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഒരു മാറ്റം ഉണ്ടാകുക, അതിൽ നിന്നാണ് സൃഷ്ടികളിങ്ങനെ പുതിയ പുരോഗതികളെല്ലാം ഉണ്ടാകുന്നത്. ഒരു കുഴപ്പമെല്ലാം ഉണ്ടാവും, എന്നിട്ട് പുതിയൊരു ലോകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ പറയുമ്പോൾ എപ്പോഴും എന്ത് പറയും? നാരായണ. ഇതെല്ലാം ചെയ്യിക്കുന്നത് നാരായണ.
അതും കൂടിയും പറഞ്ഞു പോയിരുന്നുവെങ്കിൽ പൂർണ്ണമായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ 10 എന്തു പറയുന്നു, എത്ര തന്നെ വിചിത്ര വാക്കുകൾ ഉപയോഗിച്ചാലും ലോകത്തെ ശുദ്ധീകരിക്കുന്ന ശ്രീഹരിയുടെ കീർത്തിയെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ആ വചനങ്ങൾ കാക്കകൾക്ക് കുളിക്കുവാനുള്ള തടാകത്തിന് സമാനമാണ്. അപ്പൊ എത്ര തന്നെ വേദങ്ങളിൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ എഴുതി വർണ്ണിച്ചാലും അതിൽ ഈ ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണശക്തി ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് അത്? കാക്ക കുളിക്കുന്ന തടാകം പോലെയാണ്. കാക്ക കുളിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാൽ മതി, അത് ബാക്കിയുള്ളതിനൊന്നും അത് തൃപ്തിയാവില്ല. അതുപോലെ പരമഹംസന്മാർക്ക് അത്തരം വാക്കുകളിൽ തീരെ അവർ വാക്കുകളിൽ തീരെ രമിക്കില്ല. പരമഹംസർ എന്ന് പറഞ്ഞാൽ ആത്മീയത, ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടവരെ അതിലേക്ക് അധികം താല്പര്യം കാണിക്കില്ല. ഭൗതികതയിലുള്ളവർക്ക് കൊള്ളാം, പക്ഷേ ഭൗതികത എന്ന് പറഞ്ഞാൽ മായയിൽ കെട്ട് നടക്കുന്നവർക്കുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതാണ്, ഉള്ളിൽ നിന്ന് ചെയ്യുന്നതും അതാണ്. അങ്ങനെയുള്ള ശക്തിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഗ്രന്ഥം പൂർണ്ണമല്ല. എന്നിട്ട് 11 പറയുന്നു, അപശബ്ദാദികളായ പിഴകൾ ഉണ്ടായാലും, അങ്ങനെ എഴുതുമ്പോൾ ചെറിയ അപശബ്ദാദികളായ ചില പിഴവൊന്നും സംഭവിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ പിഴവെല്ലാം സംഭവിച്ചുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഭഗവാന്റെ കീർത്തിയാൽ മുദ്രിതമായ ശ്ലോകങ്ങൾ ആ ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പോയാൽ ജനസമൂഹത്തിന്റെ പാപം ഉന്മൂലനം ചെയ്യും. ജനസമൂഹത്തിന്റെ പാപമെല്ലാം മാറിക്കിട്ടും. അതായത് എല്ലാം ചെയ്യുമ്പോഴും ഭൗതികത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, ഭൗതിക ലോകത്തിൽ സുഖത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതെല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാതെ നമ്മൾ പുരോഗതിയിലേക്ക് എത്ര പോകുമ്പോഴും എന്ത് പറ്റുന്നുണ്ട്? നമ്മൾ നമുക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ പേടി, ഭയം, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള എല്ലാം ഭയങ്കരത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്ത് പുരോഗതി നേടിക്കഴിഞ്ഞാലും നമ്മൾ തൃപ്തരല്ല. നമുക്ക് ഭയപ്പാടുണ്ട്, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയപ്പാടുണ്ട്. അപ്പം നമുക്ക് ഒരു സന്തോഷം കിട്ടേണ്ടിക്ക് എന്ത് വേണം? നമ്മളെ മനസ്സിനെപ്പോഴും സേഫ്റ്റി ഉണ്ടാവണം. സേഫ്റ്റി, ഭാവിയിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന ഒരു ചിന്ത വരണ്ടിക്കിൽ എന്തേ പറ്റുള്ളൂ? ഈ തത്വം മനസ്സിലാക്കണം. നമ്മളെ നയിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷമാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മളിൽ ആ വിശ്വാസം ഉണ്ടാവുമെങ്കിൽ ഏത് പ്രശ്നം വന്നാലും ഇതെല്ലാം അത് നോക്കിക്കോളും, നമ്മളെന്തിനു വെറുതെ തലയിടുന്നത്, ഇങ്ങനെ ജീവിതം വളരെ ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. നമ്മൾ ആ വശത്തേക്ക് ചിന്തിക്കണം. അപ്പോൾ എല്ലാവരുടെയും പാപമകലും. ഇപ്പം നമ്മളെല്ലാം പാപികളാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തൃപ്തരല്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് തൃപ്തിയായുള്ള കാര്യം ചെയ്ത് തൃപ്തിയായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം വേറെ ആഗ്രഹം കയറി വരികയാണ്. അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ മുഴുവൻ ടെൻഷനാണ്. സാധിക്കോ ഇല്ലേ, നാളെ ഇനി എന്ത് സംഭവിക്കും, പേടി, എനിക്ക് പാര വരുന്നവർ വല്ലവർ ചെയ്തേക്കോ, അവർ അത് ചെയ്യിക്കോ, ഇത് ചെയ്തേക്കോ, എന്താണ് നാളെ എനിക്ക് സംഭവിക്കും. ഈ ഒരു ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യര് ഒരു സമാധാനം ഇല്ലാതെ നടക്കും. ഇതാണ് പാപി എന്ന അവസ്ഥ. ഇതിൽ നിന്ന് മാറണ്ടിക്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതെല്ലാം ആ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഞാൻ എന്ത് തലകുത്തിയിരുന്നാലും അവിടെ എത്തുകയുള്ളൂ. അതാണ് ആത്മജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്തേണ്ടടുത്ത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഈശ്വരനാണ് നമ്മൾ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്നത്. നമ്മളെ കാറിലിരിക്കുമ്പോൾ ഡ്രൈവർ ഓടിക്കുന്ന പോലെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു വിശ്വാസം നമ്മൾ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വിഷമവും ഉണ്ടാവില്ല. എവിടെ എത്തുന്ന നല്ല ബോധ്യമുണ്ട്. നമ്മൾ ജീവിക്കേണ്ട വർഷം വരെ അത് കൊണ്ടു. എന്ത് രോഗം വന്നാലും അതതിനെല്ലാം പരിഹാരം കണ്ടെത്തും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് കാമായി. അപ്പോൾ മാത്രമേ നമ്മൾ പാപത്തിൽ നിന്ന് മുക്തമാവുകയുള്ളൂ.
അതറിയണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രഹ്മരഹസ്യം കൂടി മനസ്സിലാക്കണം. ഇനി 12. എന്നിട്ട് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ 12 അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതായാലും, നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്ന ജ്ഞാനമായാലും, നിഷ്കാമതയോടുകൂടി ചെയ്യുന്നതായാലും, നിഷ്കാമത്തോടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം അനുസരിച്ച് തന്നെ ചെയ്യുക. അതായത് നിഷ്കാമ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനായിക്കൊണ്ട് ചെയ്യുന്ന വിശുദ്ധമായ ജ്ഞാനമാണെങ്കിൽ പോലും, വേദവ്യാസനും ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മം നിഷ്കാമ കർമ്മമാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. അങ്ങനെ ചെയ്തതായാലും ഭഗവത് ഭക്തിയോടെ അല്ലെങ്കിൽ ശോഭിക്കില്ല. പക്ഷെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന നിഷ്കാമ കർമ്മം തന്നെയാണ് എല്ലാ അജ്ഞാനങ്ങളെ ഇല്ലാതാക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനം തന്നെയാണ് വേദങ്ങളിലൂടെ എല്ലാം കൊടുത്തതെങ്കിലും ഭഗവത് ഭക്തിയോടെ ചെയ്തില്ലെങ്കിൽ ശോഭിക്കില്ല. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ആ ശക്തിക്ക് വേണ്ടിയാണ് എന്ന നിലയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു യുക്തിവാദി ഉണ്ടെങ്കിൽ അയാളെല്ലാം ശരിയായ കാര്യമേ ചെയ്യുമെന്ന് വെച്ചോളൂ, എല്ലാം എനിക്ക് വേണ്ടിയല്ല എന്ന നിലയിൽ അയാൾ ചെയ്യുകയാണെങ്കിലും അത് പൂർണ്ണമല്ല. കാരണം അയാൾ ചെയ്യുന്നുണ്ട് ശരി തന്നെ, പക്ഷേ അതിൻ്റെ പിന്നിൽ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. യുക്തിവാദിയെയും വിശ്വാസിയെയും നിരീശ്വരവാദിയെ എല്ലാം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ശക്തി ആരാണ്? ആ ഭഗവത് ആ ശക്തിയാണ്. യുക്തിവാദിയിലും ആക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. പട്ടിയിലും പൂച്ചയിലും എല്ലാത്തിലും ബ്രഹ്മം തന്നെ കാണണമെന്ന് പറയുമ്പോൾ ഏതെന്നായാലും അതിലെല്ലാം ആക്ട് ചെയ്യുന്നത് ആ ബ്രഹ്മമാണ്. അപ്പം ആ സത്യം മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നു, ഒരു യുക്തിവാദി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാം? ഞാൻ നിഷ്കാമം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചോളൂ, അതും അവന് വേണ്ടിയാണെന്നുള്ള ധാരണയിലാണ്. അവിടെയാണ് പെശക് പറ്റുന്നത്. അതല്ല, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവത് ഭക്തിയോടെ അല്ലെങ്കിൽ അത് ശോഭിക്കാൻ പോകുന്നില്ല. അതേപോലെ ഏത് കാമകർമ്മമായാലും കാമമല്ലാത്ത രൂപത്തിൽ ചെയ്താലും, കർമ്മങ്ങളെല്ലാം ഉദാഹരണമായിട്ട് കല്യാണം കഴിക്കുന്നതെല്ലാം കാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ആ കർമ്മം തന്നെ എനിക്ക് വിവാഹം കഴിക്കണം, ഒരു കുട്ടി ഉണ്ടാകണം, ആ കുട്ടിയെ ഭാവിയിലെ തലമുറയിലേക്ക് വേണ്ട കർമ്മം ചെയ്യാനാണ് ആ ശക്തി എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നതും എല്ലാം, ഒരു കുട്ടി വേണം, നാളത്തെ തലമുറക്ക് ഒരു കുട്ടി വേണമല്ലോ, അത്തരത്തിൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഞാനെന്ന നിലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാമകർമ്മമായാലും കാമ്യമല്ലാത്ത രൂപത്തിൽ ചെയ്താലും ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടതല്ലെങ്കിൽ അത് ശോഭിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നിഷ്കാമ കർമ്മം ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്ന നിലയിൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു തെറ്റുണ്ട്, ഞാനെന്നൊരു അഹങ്കാരമുണ്ട്. യഥാർത്ഥത്തിൽ സത്യം എന്താണ്? ഞാനല്ല ചെയ്യുന്നത്, ആ ശക്തി എന്നിലൂടെ ജയിക്കുന്നതാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സത്യവും പറഞ്ഞുകൊണ്ട് പോയാൽ മാത്രമേ അതെന്താവുള്ളൂ, പൂർണ്ണം ആവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? 13 എന്ത് പറയുന്നു? ഭഗവാന്റെ ലീലാവിലാസങ്ങളായിട്ടുള്ള വ്യാപാരത്തെ സകലരുടെയും ബന്ധമോക്ഷത്തിനായി ഏകാഗ്രത ബുദ്ധിയിൽ കണ്ടറിഞ്ഞ് വർണ്ണിക്കുക. അവരുടെ എന്തുകൊണ്ട് വേണം? അതുകൊണ്ട് എന്ത് വേണം? എല്ലാം എഴുതുമ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് ഇത് എന്ന നിലയിൽ എഴുതുക. നമ്മൾ എന്ത് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ, എനിക്കൊരു രോഗം വന്നാൽ എന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആ ശക്തിക്കാണ്. എന്തുകൊണ്ട്? ഞാൻ 100 വയസ്സ് വരെ ജീവിക്കണം, എന്നാലേ എന്നെ കൊണ്ട് 100 വയസ്സ് വരെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് രോഗം വന്നാൽ എൻ്റെ രോഗം മാറ്റാൻ ഞാൻ വേറൊരു ശാസ്ത്രജ്ഞനെ കൊണ്ട് ഗവേഷണം നടത്തിയിട്ട് അതിനുള്ളൊരു മരുന്ന് കണ്ടുപിടിപ്പിക്കുന്നു. എന്നിട്ട് വേറൊരു ഡോക്ടറെ കൊണ്ട് ആ മരുന്ന് എനിക്ക് തിരിയിപ്പിക്കുന്നു.
ഇതെല്ലാം ആ ശക്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടറും ആ ശാസ്ത്രജ്ഞനും ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ധാരണയും ചെയ്യുമ്പോൾ അവിടെ ഒരു സത്യം പൂർണ്ണമല്ലാതെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? സകലുടെയും ബന്ധമോക്ഷത്തിനായി ഏകാഗ്ര ബുദ്ധിയിൽ കണ്ടറിഞ്ഞ് വർണ്ണിക്കണം. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിലും, അല്ലെ വേദവ്യാസം സയൻസ് എല്ലാം ഇതാണ് സയൻസ്. ആറ്റങ്ങൾ ഉണ്ടായി, ഇലക്ട്രോൺ ഉണ്ടായി, പ്രോട്ടോൺ ഉണ്ടായി, അതിങ്ങനെ കൂടിച്ചേർന്ന് ആറ്റങ്ങളായി മാറി എന്നെല്ലാം പറയുമ്പോഴും അതെല്ലാം ആ ശക്തി വിശേഷത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പറയണമെന്നാണ് പറയുന്നത്. എപ്പോൾ മാത്രമേ എന്തുള്ളൂ? നമ്മുടെ ഞാനെന്ന ചിന്ത വെച്ചിട്ടുള്ള പ്രവൃത്തികൾ ഇല്ലാതാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്കെന്ത് കിട്ടുകയുള്ളൂ? സമാധാനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിലും നമ്മൾ ഞാനാണിത് ചെയ്യുന്നത് എന്ന ചിന്തയിൽ വരുമ്പോൾ, നമ്മളിപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഗവേഷണം നടത്തിയാണ്, നടന്നില്ലെങ്കിൽ എനിക്ക് നിരാശയാവും. എല്ലാം അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നിരാശയായിട്ടൊന്നും കാര്യമില്ല. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ഞാൻ ഗവേഷണം നടത്തുന്നു, കണ്ടെത്തുമെങ്കിൽ കിട്ടും, കിട്ടില്ല പ്രതിഫലത്തെ പറ്റിയൊന്നും ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എന്ന് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു മനസ്ഥിതിയിൽ ചെയ്യുമ്പോൾ നിരാശക്ക് കാരണമില്ല. ചുരുക്കത്തിൽ വേദവ്യാസൻ ഞാനെന്ന വേദവ്യാസൻ എന്ന നിലയിലാണ് ഇതെല്ലാം എഴുതി വെച്ചത്. അതുകൊണ്ട് തൃപ്തിയില്ല. നേരെ മറിച്ച് വേദവ്യാസൻ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ ശക്തിയാണ് എന്ന നിലയിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തില്ല? നിരാശയില്ല. കാരണം അദ്ദേഹമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഞാനിതാ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം വേദങ്ങൾ വ്യസിച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. അതെന്നെ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് ചെയ്യിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ എഴുതുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും അവരുടെ കർമ്മം ചെയ്യുമ്പോൾ ഈ വശം ചിന്തിക്കും. ഞാനല്ല ഇത് ചെയ്യുന്നത്, ഞാനല്ല ഇത് ചെയ്യുന്നത്, ആ ശക്തിയാണെന്ന് വെച്ചാൽ നമുക്ക് നിരാശയില്ല. അല്ല, അത്രയും ശക്തിമാനാണ് ആ ശക്തി. അതിനൊരു ലക്ഷ്യമുണ്ട്. ഓരോ കർമ്മത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അതത് സാധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെന്തിനാ അതിൻ്റെ അടുത്ത് കയറിയിട്ട് നിരാശരാകുന്നത്? എന്നിട്ട് 14 എന്ത് പറയുന്നു? ഇതിൽ നിന്നും വ്യത്യസ്ത ദൃഷ്ടിയോടെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ബുദ്ധി. ഇതിൽ നിന്നും അങ്ങനെ അതാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന നിലയിലല്ലാതെ സ്വന്തം നിലയിൽ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ചിന്താഗതിയോട് നടക്കുന്നവൻ്റെ ബുദ്ധി കാറ്റിൽ ഇളകപ്പെട്ട വഞ്ചി പോലെ ഒരിടത്തും എത്താത്ത അവസ്ഥയിൽ എത്തിച്ചേരും. കാറ്റത്തിങ്ങനെ കെട്ടിയിടാതെ വിട്ടിരിക്കുന്ന വഞ്ചി എന്തായിരിക്കും? അതിങ്ങനെ ആടി വലഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുപോലെ ഇതിൻ്റെ ഈ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ് എന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെപ്പോഴും പതറിക്കൊണ്ടിരിക്കും. അത് വേറൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്തോ ഒരു റിസ്ക് ഉള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എന്നാൽ വേറൊരു പ്രബലനായ ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹം പറയുന്ന ഞാൻ വരാം, നീ ചെയ്തോ എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇതല്ല പിന്നിൽ അങ്ങേരുണ്ട്, ചെയ്തോ, ഇങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ അങ്ങേർക്കെന്തില്ല, നമുക്കെന്തില്ല, ടെൻഷനില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ആ വ്യക്തി നയിക്കുന്നത് അങ്ങേരാണെങ്കിൽ എനിക്ക് ടെൻഷൻ കുറയും. ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. വേദവ്യാസനും അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്കിൽ അതൃപ്തി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഗ്രന്ഥങ്ങളിൽ അപ്പോൾ ഭാഗവതം എന്നത് എല്ലാം ആ ശക്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായിരിക്കും? എന്തെല്ലാമാണോ വേദപുരാണങ്ങളിൽ പറഞ്ഞതിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട എല്ലാം ഒന്നുമല്ല, ചിലതെല്ലാം എടുത്തിട്ട് ഈ ക്രമത്തിൽ പറയാൻ പോവുകയാണ്. ആ ശക്തിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന നിലയിൽ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ എന്ത് പറ്റും? വഞ്ചി പോലെ ഒരിടത്തും എത്താതെ ആയിരിക്കും. അപ്പം നമ്മളെ റിസ്കിൽ പോയാൽ, എല്ലാം നമ്മളാണ് എന്ന ചിന്താഗതിയിൽ പോയാൽ നമ്മൾ ഒരിക്കലും എത്തില്ല. വഞ്ചി ഇങ്ങനെ കാണുന്നവർ നമ്മുടെ മനസ്സിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും. ഇനി 15
ഇവിടെ 15 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, കാമ്യ കർമ്മങ്ങളിൽ സ്വാഭാവികമായി ആസക്തിയുള്ള ജനങ്ങൾക്ക്, സാധാരണ കാമ്യ കർമ്മങ്ങളിലെല്ലാം ആസക്തിയുള്ള ജനങ്ങളാണ്, അത് ധർമ്മത്തിൻ്റെ പേരിൽ അങ്ങ് ഉപദേശിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ധർമ്മം ഇതാണ്, ഇത്തരത്തിൽ പ്രവർത്തിക്കണം എന്നെല്ലാം ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിക്കുമ്പോൾ അങ്ങേക്ക് അങ്ങൊരു ധർമ്മത്തിൻ്റെ പേരിലാണ് ഉപദേശിക്കുന്നത്. ഇന്ന കർമ്മങ്ങൾ എല്ലാം ഉണ്ട്, അതായത് എന്ത് പ്രപഞ്ച രഹസ്യം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു, ധർമ്മത്തിൻ്റെ പേരിൽ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങേക്കൊരു പാളിച്ച അവിടെ പറ്റുന്നുണ്ട്. എന്തെന്നാൽ അതിൻ്റെ നിവാരണത്തെപ്പറ്റി ജനം മനനം ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ കാമകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? അതിന് രണ്ട് വശങ്ങളും ഉണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. ഏത് കർമ്മത്തിനും അതിൻ്റെ എതിര് കർമ്മവുമുണ്ട്. അപ്പോൾ എതിര് സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെയാ അതിൻ്റേതായ, നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു, അത് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. നടന്നില്ലെങ്കിലും ഒരാൾ നമ്മളോട് ഒരു കാര്യം ഉപദേശിക്കുകയാണ്, നീ ഇന്ന ചെയ്തോ, നീ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് IAS കിട്ടും, നീ കോളേജിലൊന്നും പോണ്ട, നീ IAS പഠിച്ചാൽ മതി, പോയി പഠിക്ക്, പുസ്തകത്തിലെടുത്ത് പഠിക്കുന്നു പറയുമ്പോൾ അവനതിൽ ഇറങ്ങി തിരിച്ചിട്ട് അവനെന്താ ചിന്തിക്കുക? ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പാസ്സായില്ലെങ്കിലോ പിന്നെ കോളേജ് പഠിപ്പും ഉണ്ടാവില്ല, IAS ഉണ്ടാവില്ല. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് IAS കിട്ടിയില്ല, കോളേജും. ഇങ്ങനെയൊരു ചിന്താഗതി ഉണ്ട് അതിൻ്റേതായ. അപ്പോൾ അതിൻ്റെ നിവാരണ മാർഗങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നില്ല. ഒരു സയൻസ് പറയുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്താൽ നടക്കുന്നു, പക്ഷേ അതുകൊണ്ട് നമ്മൾ ചെയ്താൽ അതുവഴി നടക്കണമെന്നൊന്നുമില്ല. അപ്പം അതിൻ്റെ നിവാരണ മാർഗങ്ങളെയും നമ്മൾ ഉപദേശിക്കണം. അതെന്താണ് നിവാരണ മാർഗമുള്ളത്? എന്നെക്കൊണ്ട് IAS പോയിപ്പിക്കുന്നത് ആ ശക്തിയാണ്, അതെന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ പോകുന്നു. അപ്പം നമുക്കെന്തില്ല, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ വഴി ഇതാണ് എന്ന മനസമാധാനത്തോടു കൂടി പോയി ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിയാണ് എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് നിരാശ തോന്നില്ല. അല്ലാത്തപ്പോഴാണെങ്കിൽ വേദവ്യാസൻ എന്ത് തന്നെ സയൻസ് ഉപദേശിച്ചാലും കേൾക്കുന്നവർക്ക് കാരണം അതിൻ്റെ അങ്ങോട്ട് പോയാൽ അതിൽ നടക്കുകയില്ലോ എന്നുള്ള സംശയങ്ങൾ വരും, പലതും കയറി വരും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വശമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള സയൻസ് മുഴുവൻ പറയുന്നത്, ഇപ്പം സയൻസിൽ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് പ്രായോഗികമായിട്ട് വരുമ്പോൾ നടപ്പാകുന്നില്ല. എല്ലാവർക്കും ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. അതിൽ ചെറിയ ടെക്നിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളെല്ലാം കാണും. അപ്പം നമുക്ക് ശങ്കകൾ വരും, എന്ത് ചെയ്ത് നടക്കാതെ, എന്തോ പാവപ്പട വന്നിട്ടുണ്ട്. അപ്പം ഇത് ദൂരീകരിക്കണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് ആ ശക്തിയാണ് എന്ന നിലയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെൻ്റെ വിധിയാണ്, ഞാൻ ഈ വഴിയിലാണ് എന്നെ അത് നയിച്ചു കൊണ്ടുവരുന്നത്. അപ്പം എന്ത് പറ്റും? ഒരു വിശ്വാസം വരും. അപ്പം നമ്മളെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായാൽ ഏതൊരു കാര്യത്തിനുള്ള നിവാരണമാണ് അത്. അപ്പോൾ ആ തരത്തിൽ വേണം അത് പറയാൻ. എന്നിട്ട് 16 എന്ന് പറയുന്നു, ഇവിടെ 16 പറയുന്നത് കാലദേശങ്ങൾക്ക് അതീതമായ ആ സർവേശ്വരൻ എന്നൊരു ശക്തി അവിടെ ഉണ്ട്. അത് കാലത്തിനും ദേശത്തിനും അതീതനാണ്. അതാണ് ബ്രഹ്മം. അത് നിർവികൽപ സുഖാത്മകമായ ആ സ്വരൂപത്തെ നിവൃത്തി മാർഗത്തിലൂടെ അറിയുവാൻ നിപുണനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെ മനസ്സിലാക്കുവാൻ സാധാരണ ജനത്തിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണ മനുഷ്യന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനുള്ള കഴിവുള്ള നിപുണനായ ഒരുവന് മാത്രമേ അതിനെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളൂ. അതായത് ആ ബ്രഹ്മത്തെ ഇങ്ങനെയൊരു ബ്രഹ്മമാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള വേദവ്യാസൻ അറിയാം. അങ്ങനെയുള്ള അപൂർവം വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷം പേർക്കും എന്തില്ല, ഇങ്ങനെ ഒരു ശക്തിയാണ് പിന്നിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാനുള്ള
കഴിവില്ല. അതിനാൽ എന്തു വേണം, ആധ്യാത്മിക ദൃഷ്ടിയില്ലാത്തവരും സാധാരണ ജനങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്, നിർഗുണമാണ്, അതാണ് ചെയ്യുന്നത്. സത്യാദി ഗുണങ്ങളാൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെല്ലാം 3 ത്രിഗുണങ്ങളുടെ പ്രേരണയാൽ ഇങ്ങനെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അവരെ കൊണ്ട് ത്രിഗുണങ്ങളുടെ സത്വരജോ തമോ ഗുണങ്ങളാൽ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ശക്തി തന്നെ അവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവരെ കൊണ്ട് ഈ കർമ്മങ്ങൾ ഭൂരിപക്ഷം ജനങ്ങളെയും കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്നതുമായ മനുഷ്യർക്ക് സർവേശ്വരൻ്റെ ലീലാ വ്യാപാരത്തെ അങ്ങ് വർണ്ണിച്ച് കാട്ടിക്കൊടുക്കുക. അപ്പം അവർക്ക് അങ്ങ് ഇത് വിസ്തരിച്ച് പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള മനുഷ്യരിൽ ഇങ്ങനെയൊരു ശക്തി വിശേഷമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആ സത്യം അങ്ങ് ഓരോ ശാസ്ത്രതത്വങ്ങളും വിവരിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി പറയണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, ശാശ്വതമായ ഒരു സുഖം കിട്ടുകയുള്ളൂ. അതായത് അവർ നിർഭയരായിട്ട് കർമ്മം ചെയ്യുകയുള്ളൂ, നിസ്വാർത്ഥ കർമ്മം ചെയ്യുകയുള്ളൂ. അല്ലെങ്കിലെല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഓടി നടന്ന് എത്താതെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് നരകിക്കും. അപ്പോൾ അവർക്ക് ഈ സയൻസ് കൊടുത്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് സയൻസ് തന്നെയാണ് പറയുന്നുണ്ടെങ്കിൽ നിഷ്കാമ കർമ്മം ചെയ്യുക, ആ ശക്തിക്ക് വേണ്ടിയിട്ട് ഇതെടുത്ത് പ്രയോഗിക്കുക, ആ നിലയിൽ പറഞ്ഞ് കൊടുക്കണം. അപ്പം ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ഇത് പെടുത്തണമെന്നാണ് പറയുന്നത്. എന്നിട്ട് 16 പറയാണ്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വന്തം ധർമ്മത്തെ കൈവിട്ട് ശ്രീഹരിയുടെ തൃപ്പാദപത്മത്തെ ഭജിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങിത്തിരിച്ചു എന്ന് വെച്ചോളൂ. ഇതെല്ലാം വിശ്വസിച്ചിട്ട് ഒരാൾ ഇറങ്ങിത്തിരിച്ചിട്ട് അവർക്ക് ആ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് വെച്ചോളൂ. ലക്ഷ്യം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടുക. അപ്പം നമ്മൾ നിഷ്കാമ കർമ്മം എങ്ങനെ ചെയ്യണമെന്നാണ് വേദങ്ങൾ പറയുന്നത്? എല്ലാം ആ ശക്തിക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ കിട്ടണമെന്നുണ്ടോ? അടുത്ത ജന്മത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇത് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? അങ്ങനെ ആർക്കും കിട്ടാതെ പോവുകയാണെങ്കിൽ അവർക്ക് അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ നിസ്വാർത്ഥ കർമ്മമെല്ലാം ചെയ്തിട്ട് ഒരാൾ ഇറങ്ങിത്തിരിച്ചിട്ട് പാകത വരാത്തത് കൊണ്ട് അവർ അതിൽ നിന്നും മാറ്റപ്പെടുകയാണെങ്കിൽ നാളെ മാറ്റപ്പെടുക. പാകത വന്നില്ല, അങ്ങനെ നിസ്വാർത്ഥ കർമ്മമെല്ലാം ചെയ്ത് കുറേ കാലം അങ്ങനെ ആത്മാർത്ഥമായെല്ലാം ചെയ്ത് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ ഇത് ഞാൻ മാത്രം ചെയ്യുന്ന ആ സമൂഹത്തിൽ വേറെ എതിർപ്പുകൾ തടസ്സങ്ങളെല്ലാം കാണുമ്പോൾ അവസാനം കുറേ അങ്ങോട്ട് എത്തുമ്പം നമുക്കും ചിലപ്പോൾ മടുപ്പ് തോന്നും. ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്നിട്ട് പിന്തിരിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഉപദേശിച്ചു കൊടുത്തു, എല്ലാവർക്കും ഉപദേശിച്ചോ, കുഴപ്പമില്ല എന്നാണ്. എല്ലാവരും നിസ്വാർത്ഥമായിട്ട് ചെയ്യട്ടെ ബ്രഹ്മസാക്ഷാത്കാരം. എല്ലാവരും കുറച്ചു കാലം ചെയ്യും, കുറച്ചു കാലം കഴിയുമ്പോൾ പഴയ അവസ്ഥയിൽ തന്നെ. നമുക്കറിയാലോ, പട്ടീൻ്റെ കുഴലിട്ടാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരാൾ ഈ ആവേശം ഇതെല്ലാം കേട്ടതിൻ്റെ ആവേശത്തിൽ നാളെ മുതൽ നിഷ്കാമ കർമ്മം എന്നെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ ജീവിതത്തിൽ പല തടസ്സങ്ങളെല്ലാം കയറി വരും. പാരവെക്കാൻ കട്ടമാന ആളുണ്ടാവും, പരിഹാസങ്ങൾ പോലും ചിലപ്പം കെട്ടുന്നത് വരും. വീട്ടുകാർ തന്നെ ചിലപ്പോൾ എതിർക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഇട്ടെറിഞ്ഞ് പോയാലും വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ത് കുഴപ്പമുണ്ടാകാനാണ്? എല്ലാതെ കർമ്മം ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാതെ സ്വധർമ്മം കൊണ്ട് എന്ത് കാര്യമാണ് നേടുന്നത്? അല്ലാതെ നമ്മൾ ആ ശക്തിക്കല്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്ന നിലയിൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് നമ്മളെന്താ നേടുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മളെന്താ നേടുന്നത്? ഒരു ചുക്കും നേടുന്നില്ല. നമ്മൾ മനസ്സിനുള്ള തൃപ്തിയാണല്ലോ കാര്യം. അപ്പം മനസ്സിൻ്റെ തൃപ്തിയും നോക്കിയിട്ട് നമ്മൾ വിചാരിക്കാം നമുക്ക് പഠിക്കണം, BSc പഠിക്കണം, എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് BScയിൽ ഫസ്റ്റ് റാങ്കെല്ലാം കിട്ടി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ BSc. പക്ഷേ അതിൻ്റെ അപ്പുറം MSc കിടക്കില്ലേ.
അതില്ലാതെ എന്തോ ഒരു കാര്യം. എല്ലാത്തിനും പോയി പഠിക്കാനൊന്നും പറ്റില്ല. ഇനി BSc MSc കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യേ ഇത് പഠിച്ചിട്ടൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല, ആ എഞ്ചിനീയറിംഗ് ആയിരുന്നു കുറച്ചും കൂടി വിലയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോന്നെല്ലാം കാണുമ്പോൾ ചിലവര് ഡോക്ടർ ഭാഗമെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം വിട്ടിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കക്ഷികളുണ്ട്. നമുക്കറിയാമോ, മെഡിസിനെല്ലാം പഠിച്ചതാണ്. അവിടെ എത്തുമ്പോൾ ഈ മെഡിസിനെ വെച്ച് ഇവിടെ രോഗികളെ ചികിത്സിച്ച് നടക്കുന്നത്, ഇതെക്കാട്ടി ആ രാഷ്ട്രീയത്തിലാണെങ്കിൽ കുറച്ച് സമൂഹത്തിൽ സ്ഥാനമുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാലോ അവിടുത്തെ പാരവപ്പെല്ലാം കാണുമ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് തലക്ക് വട്ടടിക്കും. പിന്നെ ഇനിയിപ്പോ എന്താണ് ചെയ്യുക? അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് നേടുന്നത്? ഒന്നും നേടുന്നില്ല. നിസ്വാർത്ഥമായി ചെയ്യുമ്പോൾ കുറച്ചു കാലം മനസമാധാനം കിട്ടും. ഇതെനിക്ക് വേണ്ടിയല്ല, എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ്, അതാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നു, പ്രതിഫലം നിശ്ചയിക്കുന്നില്ല. അങ്ങനെ കുറച്ചു കാലം പോയിട്ട് പിന്നെ ഒരു കാലം ഇതെല്ലാം മണ്ടത്തരാണെന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണെങ്കിലും നഷ്ടമൊന്നും പറ്റാൻ പോകുന്നില്ല. കുറച്ചു കാലം മനസ്സമാധാനം കിട്ടിയല്ലോ. എല്ലാതവർക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തികൾക്കും ഒരു ചുക്കും കിട്ടുന്നില്ല. അവര് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ ആഗ്രഹം വന്ന് 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 അവസാനം മരിക്കുന്നത് വരെ ടെൻഷൻ അടിച്ചാണ് നടക്കുന്നത്. സമാധാനം എന്നതൊന്നും ഇല്ല, കിട്ടില്ല. നമ്മൾ എല്ലാം എന്താ ഓരോ ആളും ധരിക്കുന്നത് എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാവരും വളരെ ഹാപ്പിയാണ്, എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം, അതുകൊണ്ട് ഇതൊന്ന് സാധിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ടത്തരമാണ്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപികളായിട്ടാണ് ജനിക്കുന്നത്. ഇതാണ് പാപികൾ. നമ്മളെ കൊണ്ട് ഓരോ കർമ്മം അത് ചെയ്യിപ്പിക്കുക. ആ സത്യം മനസ്സിലാക്കിയിട്ട് എന്നെ കൊണ്ട് ആ കക്ഷിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും. പിന്നെ ഈ ഓട്ടം നിൽക്കും. എനിക്ക് വേണ്ടിയല്ല, അതിന് വേണ്ടിയല്ലേ, അതിന് കിട്ടിയില്ലെങ്കിൽ എനിക്കെത്താ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സമാധാനം. അതുകൊണ്ട് മറ്റേ വഴിക്ക് പോയിട്ട് ഒന്നും നേടാനില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 18-ാമത്തേൽ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഉയർന്ന നിലയിലേക്കും താഴ്ന്ന നിലയിലേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവ്. അപ്പൊ ഈ ജീവാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച്, ചിലപ്പോൾ ഉയർന്നതിൽ ചിലപ്പോൾ താഴ്ന്നതിൽ, അങ്ങനെ ഇങ്ങനെ ജനിച്ച് മരിച്ച് മരിച്ച് കടന്നിട്ട് ഒരിക്കലും എന്തില്ല, സുഖം കിട്ടുന്നില്ല. എന്ത്? ഈ പ്രാരബ്ധ കർമ്മങ്ങൾ മൂലം ലഭിക്കുന്ന നശിക്കുന്ന സുഖം ദുഃഖമാണ് നൽകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ ജന്മാന്തരങ്ങളായിട്ട് ജനിക്കുന്നു മരിക്കുന്നു. ഓരോ ജന്മത്തിലും ആഗ്രഹം സാധിക്കാതെ, ആഗ്രഹം സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം സാധിച്ചുകൊണ്ട് നമ്മൾ തൃപ്തിയല്ലല്ലോ. അത് സാധിക്കുമ്പോൾ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പലവരും പറയുന്ന കേൾക്കാം, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവായി കിട്ടുകയെന്ന് ചിന്തിക്കുന്നവരാണെന്നെല്ലാം കഥകളിലെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഓരോ സമയത്ത് ഓരോന്നും തോന്നും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തോന്നും, ചിലപ്പം തോന്നും ഈ കഴിക്കാതെ സുഖമായിട്ട് നടക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളെ ചിന്ത അത് വിട്ടു വേറെ വല്ല വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് കല്യാണം കഴിച്ചാണ്, ഇനിയപ്പോൾ അങ്ങനെയല്ല ഓടാൻ പറ്റുമോ വേറെ വിഷയത്തിൽ? പറ്റില്ല. അപ്പോൾ പിന്നെ റെസ്ട്രിക്ഷൻ വന്നു, പിന്നെ അവിടെ വെച്ച ടെൻഷനാണ്. അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു കാര്യം, ഒരു ജീവിതത്തിൽ ഒരു പോസ്റ്റിൽ കിട്ടി. പോസ്റ്റ് കിട്ടുമ്പോൾ വലിയ അഭിമാനിച്ച കുറച്ച് ദിവസം ഞാൻ ഇന്ന പോസ്റ്റ് കിട്ടും. പിറ്റേത്തെ ദിവസം അവനെ കാണുമ്പോൾ എന്തായിരിക്കും? അവൻ ആകെ നിരാശപ്പെടാ, എനിക്ക് മുകളിലുള്ള പോസ്റ്റ് വേറെ ആൾ പാര വെക്കുന്നു, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് പിന്നെ അടുത്തതിനുള്ള ടെൻഷനാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഇങ്ങനെ അപ്പോഴേക്കും മരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത ജന്മത്തിൽ വന്ന് വേറെ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടിച്ചിട്ട് എന്താണ് പറയുന്നത്? ഈ പ്രാരബ്ധ കർമ്മങ്ങൾ മൂലം ലഭിക്കുന്ന സുഖം ദുഃഖമാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ വേഗത്തിൽ കറങ്ങുന്ന ഈ കാലചക്രത്തിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അതാണ് നമ്മുടെ പാപികളായിട്ട് പിറക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം. നമ്മൾ ആഗ്രഹം ഒരിക്കലും 100% തൃപ്തിയാകാൻ പോകുന്നില്ല. ആഗ്രഹം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ വേറൊന്ന് ഉണ്ടായി കൊണ്ടുവരും. അതോടുകൂടി അതിർത്തിയും തുടങ്ങും. അതിലുള്ള ഓട്ടത്തിൽ
നമ്മൾ ദുഃഖിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാം ചെയ്യും. ഇനി 19 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, മുക്തി നൽകുന്ന ഭഗവാനെ സേവിക്കാൻ ശീലിച്ചവരാകട്ടെ. അങ്ങനെ ആ ഭഗവാനെ സേവിക്കുവാൻ ശീലിച്ചവർ, ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും ആ ഭഗവാന് വേണ്ടി ചെയ്തു കൊടുക്കുക. എന്നെ സൃഷ്ടിച്ചത് ആ ഭഗവാനാണ്, അതിനുവേണ്ടി ഞാൻ എൻ്റെ കർമ്മം ചെയ്തു കൊടുക്കുന്നു എന്ന് ശീലിച്ചവർ മറ്റുള്ളവരെ പോലെ സംസാര ദുഃഖത്തിൽ അകപ്പെടില്ല. കാരണം ഭക്തിരസത്തിൽ ആകൃഷ്ടരായി ആ ശക്തിയാണ് ഇത്. നമുക്കെപ്പോഴും അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണ്, ഒരു കുഷ്ഠരോഗിയായിട്ട്. നമുക്ക് അഭിനയിക്കുമ്പോഴെല്ലാം മനസ്സിലൊരു സംതൃപ്തിയാണ് കിട്ടുന്നത്. കാരണം ആ നമ്മളെ ജോലി ഏൽപ്പിച്ച ആ സംവിധായകൻ്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാവും. അഭിനയിക്കുന്നതായിരിക്കും കുഷ്ഠരോഗിയായിട്ടായിരിക്കും, അല്ലെ വില്ലൻ്റെ അല്ല ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് വല്ല വില്ലന്മാർ കയറി അടിക്കുമ്പോൾ അടിയെല്ലാം കൊള്ളുമ്പോൾ നമുക്ക് വേദന ഉണ്ടായാലും നമ്മൾ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? അത്രയും ഭംഗിയായിട്ട് അഭിനയിക്കുകയാണ്. അതുപോലെ ആ ശക്തിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കൃഷ്ണഭക്തിയിൽ, കൃഷ്ണൻ എന്നല്ല ഇവിടെ പറയുന്നത്, ആ ഭക്തി, ഭഗവാന്റെ ഭക്തിയിൽ സേവകരായിട്ട് നമ്മൾ മുഴുകിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്തേ ഉള്ളൂ, ആ പാദങ്ങളെ ഒരിക്കലും കൈവിടില്ല. നമ്മൾ ആ പാദങ്ങളിൽ തന്നെ അതിനായിക്കൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പോകും. എൻ്റെ 20 എന്ന് പറയുന്നു, ഈ പ്രപഞ്ചം ഭഗവാനാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് തന്നെയാണ് ആയിട്ട് മാറിയത്, ഭഗവാൻ തന്നെയാണ്. എങ്കിലും അവർ അത് വേറിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ്, ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ്, അതിൽ നിന്നും എന്നിട്ട് വേറിട്ട് നിൽക്കുന്നുമുണ്ട്. ആരാൽ ഈ സൃഷ്ടിച്ച് സംഹാരം സംഭവിക്കുന്നത് എന്ന് അങ്ങ് തന്നെത്താൻ അറിയുന്നു. അങ്ങക്ക് ഇതെല്ലാം അറിയാം. ആരാണ്? വേദവ്യാസനോട് പറയാണ്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചം, ആ ശക്തി തന്നെയാണ് സൃഷ്ടിസ്ഥിതിയെല്ലാം സംഹാരമെല്ലാം നടത്തുന്നത്. വേദവ്യാസനെ സൃഷ്ടിച്ചതും അത് തന്നെയാണ്. അതെല്ലാം അങ്ങേക്കറിയാം, അതായത് വേദവ്യാസന് അറിയാം. എന്നാലും ആ ശക്തി ഏകദേശം മാത്രമേ അങ്ങേക്കത് കാട്ടിത്തന്നിട്ടുള്ളൂ. എന്നിട്ടും പൂർണ്ണമായിട്ട് അങ്ങാകാൻ, ആ ശക്തിയാകാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. ഇതെല്ലാം അങ്ങ് അറിയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങ് വേറിട്ട് നിൽക്കുകയാണ്. വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്ത കർമ്മം പൂർണ്ണമല്ല എന്ന തോന്നലുണ്ടായത്. വേറിട്ട് നിൽക്കുകയാണ്. ഞാനായിട്ട് നിൽക്കുക. വേദവ്യാസം കാരണം മകനാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയത്. ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരമല്ല. നമ്മളെല്ലാം പോലെ തന്നെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഞാനെന്ന ചിന്തയോടുകൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി അങ്ങേക്ക് അത് കാട്ടിത്തന്നിട്ടില്ല. ആ ബ്രഹ്മം തന്നെയാണ് വേദവ്യാസൻ എന്ന സത്യം. ആ ശക്തി പൂർണ്ണമായി വേദവ്യാസന് കാട്ടിക്കൊടുക്കാത്തത് കൊണ്ടാണ് വേദവ്യാസൻ ഇങ്ങനെ കുറച്ച് അകലിച്ച വെച്ച് നിൽക്കുന്നത്. എന്നിട്ട് 21 എന്നിട്ട് പറയുകയാണ്, നിഷ്ഫലമല്ലാത്ത ദൃഷ്ടിയോടുകൂടി അങ്ങ് ജന്മരഹിതനാണെന്നറിഞ്ഞിരിക്കലും. ജന്മരഹിതൻ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഇനി ജനനമൊന്നുമില്ല. കാരണം വേദവ്യാസൻ എന്ന നിലയിൽ ഇനി ജനിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം ജന്മരഹിതനാണെന്നിരിക്കലും അതും അങ്ങേക്കറിയാം. ആർക്കറിയാം? വേദവ്യാസന് അറിയാം. ലോകത്തിൻ്റെ ക്ഷേമത്തിനായി വിശിഷ്ട ജന്മമെടുത്തവനാണെന്നും അറിയാം. വേദവ്യാസന് അറിയാം എന്നെ ജനിപ്പിച്ചിരിക്കുന്നത് ഒരു യുഗത്തിൽ, നേരത്തെ പറഞ്ഞ ചക്രത്തിൽ മന്വന്തരങ്ങളിൽ ഒന്നില് ഒരു വേദവ്യാസനെ ജനിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലോണം അറിയാം.
വേദവ്യാസനായിട്ട് ഒരാൾ ഒരിക്കലും ജനിക്കുകയുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി ജനനമില്ല, ഇനി ജനിച്ച് മരിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ ജന്മന ഇതോടെ തീർന്നു. പിന്നെയോ ലോകത്തിൻ്റെ ക്ഷേമത്തിനായി വിശിഷ്ട ജന്മം എടുത്തതാണെന്നും ലോകത്തിലെ ക്ഷേമത്തിന് വേണ്ടി വേദങ്ങളെല്ലാം എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി വിശിഷ്ട ജന്മം എടുത്തതാണെന്നും അത് പരമാത്മാവിൻ്റെ അംശമാണെന്നും അങ്ങേർക്കറിയാം. അങ്ങ് തന്നെ ആ പരമാത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണെന്നും അങ്ങേർക്ക് നല്ലവണ്ണം അറിയാം. അറിഞ്ഞുകൊണ്ട് ആ സ്ഥിതിക്ക് അത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനിയെങ്കിലും ഉറപ്പിക്കുക. എന്നിട്ട് ആ ശ്രീഹരിയുടെ പരാക്രമം കൂടുതൽ പരിഗണിച്ച് വിവരിക്കുക. ആ സത്യം അങ്ങേർക്ക് അറിയാം. അത് ഞാനും പറയുന്നു, അങ്ങ് ആ പരമാത്മാവിൻ്റെ അംശമാണ്. ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് അവതാരമായി വന്നിരിക്കുന്നത്. അത് ആ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. അങ്ങയുടെ നിഷ്കാമകർമ്മമാണ് ചെയ്യുന്നത്. ഇനി അങ്ങേക്ക് ജനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന സത്യം ആദ്യം അങ്ങ് പൂർണ്ണമായും മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ആ ശ്രീഹരിയുടെ പരാക്രമം, ആ ശ്രീഹരിയുടെ പരാക്രമത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് കൂടുതൽ പരിഗണിച്ച് വിസ്തരിച്ച് എഴുതുക എന്ന് പറയുകയാണ്. എന്നിട്ട് 22 പറയുന്നു, ഉന്നതമായ ശ്രീഹരിയുടെ ഗുണഗണങ്ങളെ തുടരെ വർണ്ണിക്കുക തന്നെയാണ്. ആ ശക്തിവിശേഷമാണ് ഈ പ്രപഞ്ചം എല്ലാം മാറിയതുകൊണ്ട് അതിനെ വർണ്ണിക്കുകയാണ്. തപസ്സിൻ്റെയും എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങുന്നതിൻ്റെയും വേദശ്രവണത്തിൻ്റെ, ഈ വേദങ്ങളെല്ലാം ശ്രമിക്കുമ്പോഴും നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം. പിന്നെ മഹായാഗത്തിൻ്റെയും വേദമന്ത്രോച്ചാരണത്തിൻ്റെയും എല്ലാം പ്രയോജനം, അതുകൊണ്ടുള്ള ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീഹരിയുടെ ഗുണഗണങ്ങളെ മനസ്സിലാക്കുക, വർണ്ണിക്കുക തന്നെയാണെന്ന്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ശക്തിയുടെ ആ ഒരു വർണ്ണന, ആ കഴിവ്, ആ ഒരു അപാരമായ ആ ഒരു ഇതുണ്ടല്ലോ, ലീലാവിലാസങ്ങൾ, അത് വിവരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് വേദങ്ങൾ വായിക്കുമ്പോഴും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ തപസ്സിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ യോഗയിലൂടെ എന്തായാലും അതിൻ്റെ എല്ലാം ലക്ഷ്യം ഈ ശ്രീഹരിയുടെ ആ ലീലാവിലാസങ്ങൾ വർണ്ണിക്കുക തന്നെയാണെന്നാണ് വിദ്വാൻമാരെല്ലാം പറയുന്നത്. ഇനി 23 ഇനി നാരദൻ്റെ അവസ്ഥ പറയുകയാണ്. 23 അല്ലയോ മുനെ, ഞാൻ പൂർവജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ വേദജ്ഞന്മാരായ ബ്രാഹ്മണരുടെ ഒരു ദാസനായി ജനിച്ചു. കുറെ വേദം പഠിച്ച ബ്രാഹ്മണരുടെ ദാസനായിട്ട് ജനിച്ചു. അപ്പോൾ ഈ നാരദൻ എന്ന് പറയുന്നത് എപ്പോൾ മുതലുണ്ട്? പ്രപഞ്ച സൃഷ്ടി സമയത്തുണ്ട്. അപ്പം പൂർവജന്മത്തിൽ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ആവാം. കാരണം ആദ്യം മുതൽ തന്നെ ഈ തത്വങ്ങളെല്ലാം അറിഞ്ഞാലല്ലേ പ്രയോഗിക്കാൻ പറ്റും. നാരദന്റെ ജോലി എന്താണ്? എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങൾ സമയത്ത് കുത്തി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ജ്ഞാനെല്ലാം വേണ്ടേ. ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടൽ തന്നെയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ജ്ഞാനം നേടുക? ബ്രാഹ്മണരിൽ നിന്ന്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ. അപ്പം പണ്ടത്തെ സനകാദികളും മുനികളും എല്ലാം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ നിന്നതല്ലേ. ആ സമയത്തുള്ള പ്രളയം കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്? എല്ലാവരും അവിടെ ഉണ്ട്. ഇവിടെയുള്ളവരെല്ലാം പോയി അവിടെ ലയിക്കുകയാണ്. അതിൻ്റെ എല്ലാം വിത്തുകൾ അവിടെയുണ്ട്. അതാണ് പിന്നെ വികസിച്ചിട്ട് പ്രപഞ്ചമായി മാറുന്നത്. അപ്പം അവിടെ വേദപണ്ഡിതരെല്ലാം ഉണ്ട്. അവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ദാസനായിട്ടാണ് ജനിച്ചത്. എന്തുകൊണ്ടാണ് ദാസൻ എന്ന് പറയുന്നത്? മനുഷ്യനെ ഏറ്റവും അധികം സേവ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ട്രിഗർ ഇമ്പൾസ്. സേവ മനുഷ്യർ വരുമ്പോഴേക്ക് നമുക്കറിയില്ല, ഒരു മാളിലെല്ലാം ചെല്ലുമ്പോൾ അപ്പം അത് തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ വരുമ്പോൾ ഗേറ്റ്
വാതിൽ തുറക്കുകയാണ്. നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ടി വി കാണണമെന്ന് പറയുമ്പോൾ ഒരു നെക്ക് വെക്കുമ്പോൾ ഒരു പൾസ് വരും. അത് പോയിട്ട് ടി വിനെ ഓണാക്കും. നമ്മൾ കണ്ട് മതിയാക്കുമ്പോൾ ഒരു അമർത്തുമ്പോൾ ഒരു പൾസ് വരും. അത് പോയിട്ട് അതിനെല്ലാം അടച്ച് കൂട്ടും. നമ്മളെ സേവകരാണ്. അപ്പം ഇത് സേവകരായിട്ടാണ് ജനിച്ചത്. മനുഷ്യന്റെ ഏറ്റവും വലിയ സേവകരാണ് ഇന്ന് റിമോട്ടെല്ലാം വെച്ചിട്ടല്ലേ കൺട്രോൾ. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ വിളിക്കണം, വന്നിട്ടാവുന്ന ടി വി ഓണാക്കി എന്ന് പറയണം. ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് നല്ല സേവകനുണ്ട്. അത് പറഞ്ഞാൽ അയാൾ വരാൻ കുറച്ച് സമയമെടുക്കും. അതിന് നല്ല കിടന്നിട്ട് ഒരു അമർത്തുമ്പോൾ ടി വി ഓണോ. ഇതെല്ലാം ഈ പൾസാണ്. അപ്പം ഭയങ്കര സേവകരാണ്. അപ്പം വർഷകാലത്ത് ഒരിടത്ത് ഈ ഋഷികൾ, അപ്പോൾ ഋഷികൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവം കൂടിയും പറയും. അവർ വർഷകാലത്ത് മാത്രമേ ഒരിടത്ത് താമസിക്കുള്ളൂ. ആ ബ്രാഹ്മണർ അല്ല, വീട് കെട്ടി താമസിക്കുന്ന, കുടുംബമായിട്ട് താമസിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവര് വേദപണ്ഡിതരാണ്. അത്രയും ജ്ഞാനം തികഞ്ഞ അവര് വർഷകാലത്ത് അവിടെ ഒരുത്തിയിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ ഋഷിമാരുടെ പരിചര്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഏർപ്പെട്ടു. അപ്പം അവരെ പരിചരിക്കുകയാണ്. അവിടെ വേദങ്ങൾ കഴിയാം. വേദങ്ങളിൽ നിന്നാണ് ഈ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പൾസ് ചെയ്യുന്നത്. എന്താണ്? സയൻസാണ് ചെയ്യുന്നത്. നമ്മളിവിടെ അമർത്തുന്നേ ഉള്ളൂ. അതിലൊരു പൾസ് പോയിട്ട് ആ റേഡിയോനെല്ലാം ടി വിയെല്ലാം ഓണാക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഒരു പൾസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോക്കറ്റ് വിടുന്നത് അങ്ങനെയാണ്. എല്ലാം കൈമലാണ്. ഭയങ്കര ജ്ഞാനമുള്ളവരാണ്. ഒറ്റൊരു പൾസിലാണ് കാര്യങ്ങളെ കിടക്കും. അപ്പം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഏർപ്പെട്ടു. 24 എന്ന് പറയുന്നു. ആ മുനിമാർ സമദർശികളായിരുന്നു. സമദർശികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഈ കുട്ടിയോട് പ്രത്യേക സ്നേഹമൊന്നും തേടാൻ പാടില്ല. എല്ലാം എന്താണ്? പട്ടിയായാലും പൂച്ചയായാലും എല്ലായാലും എന്തായിരിക്കണം? ബ്രഹ്മമായിരിക്കണം. അപ്പം പിന്നെ ഇവനെ ഉപദേശിക്കാനൊന്നും പറ്റൂല. ഇവന്റെ ഗുണഗണങ്ങളെ ഒന്നും നോക്കാൻ പറ്റൂല. കാരണം എല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? സമദർശികളായിരുന്നുവെങ്കിലും ചാപല്യഹീനരായി, എൻ്റെ ഈ ചാപല്യം ഒന്നും ഇല്ലാതെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന, ഞാൻ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന കക്ഷിയാണ്. ക്രീഡകളൊന്നുമില്ല. എനിക്ക് ഈ ക്രീഡയൊന്നുമില്ല. ഈ സിഗ്നലിൻ്റെ ക്രീഡയൊന്നുമില്ല. ഒന്നാമർക്കും അതുപോലെ അവൻ്റെ ജോലി ചെയ്യും. പിന്നെ അതോടുകൂടി അവൻ്റെ ജോലി നിൽക്കും. പിന്നെ വേറൊന്നില്ല, അവൻ ഇടപെടുന്നില്ല. ഒരു AC ഒരു സ്വിച്ച് ആകുമ്പോൾ അത് പോയിട്ട് അവിടെ എല്ലാത്തിനെയും ഒന്ന് കുത്തി ഇളക്കി വിടും. പിന്നെ അതെല്ലാം AC ആയിക്കോളും. പിന്നെ ഇതിന് ജോലിയൊന്നുമില്ല. ഇത് മിണ്ടാണ്ടിരിക്കുകയില്ല. അപ്പോൾ ഇതിനെന്തില്ല? ഒരു ചാഞ്ചല്യമില്ല, ചാബല്യമില്ല. ഇന്ദ്രിയ നിയന്ത്രിച്ച നല്ല ഇന്ദ്രിയ നിയന്ത്രണമുണ്ട്. അതിൻ്റെ ജോലി എന്തേ ഉള്ളൂ? അതിനെ പോയി ഒരു കുത്തു കൊടുക്കുക. ഇപ്പോൾ സ്കൂളിൽ മണിയടിക്കുമല്ലോ, അവൻ്റെ ജോലി എന്തേ ഉള്ളൂ? ഒരു മണി അടിക്കുക. അവന് പിന്നെ വേറെ ചാർജ് സമയമാകുമ്പോൾ വന്നൊരു മണിയും അടിച്ചിട്ട് അവനെ കൊണ്ടു. പിന്നെ ബാക്കിയെല്ലാം എല്ലാ കുട്ടികളാണ് ഓടിപ്പിടിച്ച് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചറും എല്ലാം ഓടിപ്പിടിക്കുന്നതെല്ലാം അതിനനുസരിച്ചാണ്. അപ്പോൾ ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചവനാണ്. ക്രീഡകളൊന്നുമില്ല, വേറെ കളിയൊന്നും അതിനില്ല. പിന്നെ മിതഭാഷയാണ്. എല്ലാം മിതമായിട്ടേ സംസാരിക്കൂ. അതിന് ഒരൊറ്റേ ഉള്ളൂ. ഒരു പൾസ് അടിച്ചാൽ ഒരു വാക്ക് വരും, ഒരു പൾസ്, അത്രയാണ്. വേറെ സംസാരിക്കാനൊന്നും നിൽക്കില്ല. അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് ഇവൻ. അനുസരണശീലമാണ്, ഭയങ്കര അനുസരണമാണ്. ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഭയങ്കര അനുസരണം. നമ്മൾ പറഞ്ഞാൽ അതേമാതിരി. പിന്നെ ബാറ്ററി വീക്കായി പോയാലേ കുഴപ്പമുള്ളൂ. പരിചരിച്ചു കൊണ്ടിരുന്ന ആ ബാലനായ എന്നിൽ കരുണ കാണിച്ചു. കാരണം എന്തുകൊണ്ടാണ്? സമദർശികൾ. അപ്പം അങ്ങനത്തെ ബ്രഹ്മജ്ഞാനം നേടിയ ബ്രഹ്മർഷികളാണത്. അവരിൽ നിന്നല്ലേ സുവർണ ജ്ഞാനം കിട്ടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവതരിപ്പിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ മുറിവൈദ്യന്മാരുടെ അടുത്ത് പോയി പഠിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അവർക്കെല്ലാം ബ്രഹ്മമാണ്. പക്ഷെ എന്നാലും കഥയിൽ വരുമ്പം എല്ലാം ചോദ്യം ചോദിക്കാത്ത, പിന്നെ ഇവനെങ്ങനെ കരുണ കാണിക്കാൻ, ഇവനെന്താണ്, അതും ബ്രഹ്മമല്ലേ? അങ്ങനെയില്ല, കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് പറയണേ, എങ്കിലും എന്നോട് കുറച്ച് കരുണയെല്ലാം കാണിച്ചു. കഥയിലാണ് ഇതെല്ലാം. എന്നിട്ട് 25 പറഞ്ഞു, അവർ അനുമോദിച്ചു എൻ്റെ പ്രവർത്തനത്തിന്. കാരണം അവരുടെ ഭക്ഷണത്തിന് ശേഷം അവശേഷിക്കുന്നവ ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞു. അവരൊന്നും തിന്നു കഴിഞ്ഞാൽ അതെല്ലാം ബാക്കിയാണ് ഞാൻ ഭക്ഷിക്കുക. അതുവഴി എൻ്റെ പാപവും അകന്നു. അതുകൊണ്ട് എനിക്കെന്തില്ല? പാപമൊന്നുമില്ല.
എവിടെ പോയിട്ട് നാരദൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാപമൊന്നുമില്ല. അദ്ദേഹം ആർക്ക് വേണ്ടി ചെയ്യുന്ന അദ്ദേഹം ചെയ്യേണ്ട പണിയാണ്. ഇപ്പം ഞാനൊരു റിമോട്ട് എടുത്ത് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ബോംബ് പൊട്ടും. ഈ ബോംബ് പൊട്ടിക്കുന്നുണ്ട് ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നിട്ട് ഒരു അമർക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടും, കുറേ പേര് ചാവും. ഇത് നിഷ്കളങ്കനാണ്. ഇതിനകത്ത് എന്ത് കുറ്റാണ്? ഒരു കുറ്റവുമില്ല. അതുകൊണ്ട് അതുവഴി എൻ്റെ പാപം തീർന്നു. ഇതിന് കുറ്റമൊന്നുമില്ല. വിശേഷ ശുദ്ധിയോടെയുള്ള ഹൃദയത്തോടു കൂടിയവനായി എനിക്ക് അവരുടെ ധർമ്മത്തിൽ ആകൃഷ്ടരായിരുന്നു. അവരുടെ കൃഷ്ണഗാഥ പാടിയിരുന്നത് ഞാൻ കേട്ടു. അവരെല്ലാം പാടിയിരുന്ന വേദങ്ങൾ പാടിയിരുന്നത്, കൃഷ്ണഗാഥയെല്ലാം പാടിയിരുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതായത് ഇവനെല്ലാ ജ്ഞാനവും അറിയാം. ജ്ഞാനം അറിയെങ്കിലേ ഇത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ റിമോട്ട് നമ്മൾ ഒന്ന് അമർത്തുമ്പോൾ അത് വർക്കാവുന്നുണ്ട്. എല്ലാതും നമ്മൾ പോയിട്ട് AC-നെ എങ്ങനെയാണ് ഒന്ന് ഓണാക്കുക? ഇത് അമർത്താനില്ല, അതിന് സ്വിച്ചൊന്നും ഇല്ല എന്ന് വെച്ചോ. ഇത് സ്വിച്ച് അമർത്തുമ്പോൾ വരും. ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് പോയിട്ട് അതിലൊന്ന് ഓണാക്കാൻ പറ്റും, ഈ സാധനം ഇല്ലാതെ. അപ്പം ഇവനതിൻ്റെ ടെക്നോളജി എല്ലാം അറിയാം. ഇവനറിയാത്ത ടെക്നോളജി ഇല്ല, എങ്കിലല്ലേ അത് കുത്തി ഇളക്കാൻ പറ്റും. അതുകൊണ്ട് ഇവന് ഈ നാരദന് എല്ലാ വേദങ്ങളും അറിയാം, ഈ റിമോട്ടിനും അറിയാം, അതിൻ്റെ സയൻസ് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് അത് പോയിട്ട് അതിനെ ഓണാക്കുന്നത്. അവരുടെ കൃഷ്ണഗാനം പാടിയിരിക്കുന്നത് ഞാൻ കേട്ടു മനസ്സിനെ ആകർഷിക്കുന്നു. ആ കഥകൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അങ്ങനെ ആ ഭാഗവതത്തിൽ താല്പര്യം ജനിച്ചു എനിക്ക്. അങ്ങനെ ആ ഭാഗവതം കേൾക്കുന്നതിൽ എനിക്ക് താല്പര്യം ജനിച്ചു. ഇനി 27 അതോടെ എൻ്റെ ബുദ്ധി ഇളക്കം തട്ടാതായി തീർന്നു. അതെൻ്റെ ബുദ്ധി ഇളക്കം തട്ടുമെന്ന് അത്രയും ഷാർപ്പാണ് നാരദൻ ഏത് കാര്യത്തിലും ഇടപെട്ടിട്ട് കാര്യം സാധിപ്പിച്ചിരിക്കും. പാണ്ഡവരെയും അസുരന്മാരെയും ദേവന്മാരെയും എല്ലാം തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് പോയിട്ട് ഒന്ന് കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി അവരായിക്കോളും. നല്ല ബുദ്ധിയാണ്. എന്നിട്ടോ അതോടെ പ്രപഞ്ചത്തിൽ നിന്നും അതീതമായ ബ്രഹ്മമായിരിക്കുന്ന എന്നിൽ സ്ഥൂലവും സൂക്ഷ്മസ്വരൂപമായി പ്രപഞ്ചം മായയാൽ ആവൃതമായി ഞാൻ കണ്ടറിഞ്ഞു. അങ്ങനെ അതിലൂടെയാണ് ഞാൻ നേടിയ ജ്ഞാനമെന്താണ്? ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി ഞാനായി മാറിയതെന്നും അതിനെ ഒരു മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സത്യവും ഞാൻ മനസ്സിലാക്കി. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ ബ്രഹ്മമാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മായ, പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മമാണ്. പക്ഷേ ഒരു മായ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെയെല്ലാം ആവരണം ചെയ്തിട്ട്, ആ മായ എന്ന് പറയുന്നത് ഞാനെന്ന ചിന്ത. ഇങ്ങനെ 28 ഇതോടെ ശരത്ത്, വർഷം എന്നീ ഋതുക്കൾ ദിവസം 3 സന്ധ്യാസമയങ്ങളും അവർ എന്ത് ചെയ്യും? ഇതെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിലെനിക്ക് അതിയായ ആ സർവേശ്വരനിൽ അതിയായ പ്രേമം ഉണ്ടായി. ഇനി 29 മുതൽ 30 വരെ അങ്ങനെ 29 മുതൽ 30 വരെ പറയുന്നു. അങ്ങനെ വിനയാതീതനും നല്ല വിനയത്തോടുകൂടി ശ്രദ്ധാലുവും ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ചവനും എപ്പോഴും പിന്നാലെ നടക്കുന്നവനുമായി എന്നിൽ അവർക്ക് കാരുണ്യമുണ്ടാവുകയും അവരവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അവർക്ക് നാരായണനിലൂടെ ലഭിച്ച ഏറ്റവും ഗൂഢമായതും ശരിയായതുമായ ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ആ ഏറ്റവും ഗൂഢമായ ജ്ഞാനമെല്ലാം ഉപദേശിച്ചു കൊടുത്തത്. എന്നിട്ട് 31 പറയുന്നു, അതുവഴി ഞാൻ ശ്രീ വാസുദേവന്റെ മായ വൈഭവത്തെ അറിഞ്ഞു. അതിലൂടെയാണ് എല്ലാവരും ആ തൃപ്പാദത്തെ പ്രാപിക്കുന്നത്. അപ്പോൾ എന്ത് ജ്ഞാനമാണ് നൽകിയത്? ആ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള ജ്ഞാനമാണ്, ആ തൃപ്പാദം പോകാനുള്ള ജ്ഞാനമാണ് അദ്ദേഹം നേടിയത്.
എന്നിട്ട് 32 പറയുന്നു, സർവത്ര പരിപൂർണനായി പരിലസിക്കുന്ന ആ ഈശ്വരനിങ്കൽ സമർപ്പിക്കപ്പെടുന്ന കർമ്മം ഏതെന്നാണോ അത് 3 വിധ താപങ്ങളെയും തീർക്കുന്ന ഔഷധമാകുന്നു. നമ്മൾ മുമ്പിൽ 3 തരം താപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളാണ്. ആ ത്രിഗുണങ്ങളാല് നമ്മളിൽ പ്രവർത്തിപ്പിക്കുന്ന ഗുണങ്ങളെയെല്ലാം ശമിപ്പിക്കുന്ന ഔഷധമാണ് എന്ത്? അദ്ദേഹത്തിനായി അർപ്പിക്കപ്പെടുന്ന കർമ്മം. അപ്പോൾ എല്ലാം സർവത്ര പരിപൂർണനായ ഈ ലോകത്തെ പരിപാലിക്കുന്ന ആ പരമേശ്വരന് നമ്മൾ അർപ്പിക്കുന്ന കർമ്മം എന്താണ്? നമ്മുടെ 3 ത്രിവിധ താപങ്ങളെയും തീർക്കുവാൻ ഉതകുന്ന ഔഷധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനായിക്കൊണ്ട് നമ്മൾ എല്ലാം എഴുതുക എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എൻ്റെ 33 പറയുന്നു, മനുഷ്യർക്ക് ഏതൊരു കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു, എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് വെച്ചോ, ആ രോഗത്തെ ആ പദാർത്ഥം തനിയെ ഇല്ലാതാക്കില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് നമ്മൾ രോഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു തനിയെ അത് തന്നെ രോഗം ഇല്ലാതാക്കില്ല. പിന്നെ എന്ത് വേണം? ആ വസ്തുവിനെ സംസ്കരിച്ചിട്ട് മരുന്ന് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ രോഗം മാറും. അത്തരത്തിൽ ചികിത്സിക്കണം. അല്ലാതെ ആ വസ്തു തന്നെ അതാണ് രോഗം ഉണ്ടാക്കുക, അത് തന്നെ മാറ്റിക്കൊള്ളുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്ത് വേണം? ചികിത്സിക്കണം. അതുപോലെ ഇപ്രകാരം തന്നെ 34 പറയാണ്, ഇപ്രകാരം തന്നെ കർമ്മയോഗങ്ങൾ, കർമ്മത്തിലൂടെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതെല്ലാം സംസാര ദുഃഖത്തിന് കാരണമാകും. അത് ഒഴിവാണ്ടെങ്കിൽ ആ കർമ്മങ്ങളെ തന്നെ, അപ്പം കർമ്മങ്ങൾ, ഇവിടെയുള്ള കർമ്മങ്ങളിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനം ദുഃഖത്തിൽ തന്നെയാണ്, ബന്ധനത്തിലേക്ക് എല്ലാം നയിക്കുക. എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ആളെ കൂട്ടുപിടിക്കണം, ബന്ധനങ്ങൾ ഉണ്ടാകും, അതിൽ കൊണ്ട പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാകും. അത് പരിഹരിക്കാനുള്ള ഏക വഴി എന്താണ്? ആ കർമ്മത്തെ തന്നെ ഈശ്വരങ്കൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. എല്ലാം ഇതിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്തില്ല? കർമ്മനിവൃത്തിക്ക് കാരണമാകും. അതോടെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഇനി 35 പറയുന്നു, ഈ ലോകത്തിൽ ഏതൊരു കർമ്മം ഭഗവത് പ്രീതിക്കായി ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ അതിനധീനമായി ജ്ഞാനം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ശരിയായ ജ്ഞാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതൊരു കർമ്മവും ആ ശക്തിക്ക് വേണ്ടി എന്ന നിലയിൽ അർപ്പിക്കുക. അതാണ് യഥാർത്ഥമായ ജ്ഞാനം. നമ്മൾ എന്ത് ഈ വേദങ്ങളിലുള്ള എല്ലാ സയൻസും പ്രയോഗിക്കുന്നത് ആ ശക്തിക്ക് വേണ്ടിയാണ്. ആ ശക്തിയാണ് ആ സയൻസിൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അതിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. ആ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സയൻസ് ഉണ്ടാക്കിയത്, നമ്മളെ സൃഷ്ടിച്ചത്, ബുദ്ധി തന്നത്. അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച്, ആ സയൻസ് ഉപയോഗിച്ച് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാനുള്ള അതിൻ്റെ ശ്രമത്തിൽ നമ്മൾ ശ്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥമായ ജ്ഞാനം. അപ്പം എല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടി എന്ന നിലയിൽ. പക്ഷെ അതിൻ്റെ കിട്ടുന്ന ഗുണാർത്ഥം തന്നെയാണ് നല്ലൊരു ലോകം ഉണ്ടായത്. നമ്മൾ തന്നെയല്ലേ സൂചിക്കുന്നത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്, എന്തെല്ലാം ഉപയോഗിക്കുന്നത്, AC ഉപയോഗിക്കുന്നു, മറ്റേ ഇരിക്കുന്നത്, അല്ല ഈ കണ്ടുപിടുത്തത്തോട് ഇതെല്ലാം നമുക്കാണ്. അല്ലാതെ ഈ ഈശ്വരന് AC വേണം. അപ്പൊ ഇനി 36 ഭഗവാന്റെ ഉപദേശമനുസരിച്ച് കർമ്മം ചെയ്യുന്നവൻ, അങ്ങനെ വേദങ്ങളില് ഉപനിഷത്തുകളില് എല്ലാം പറഞ്ഞിരിക്കുന്ന തരത്തിൽ കർമ്മം ചെയ്യുന്നവൻ, ഭഗവാനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവൻ. എന്ത് ഭഗവാൻ ഉപദേശിച്ചെന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ ഉപദേശിച്ച എന്താ ഉപദേശിച്ചിരിക്കുന്നത്? എല്ലാം എനിക്കായിട്ട് ചെയ്യുക, അത്രേ ഉപദേശിച്ചിട്ടുള്ളൂ. കർമ്മം ചെയ്യുന്നവൻ ശ്രീകൃഷ്ണന്റെ ഗുണനാമങ്ങളെയാണ് ഉച്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ ഗുണം തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. കാരണം നമ്മളെന്ത് കർമ്മം ചെയ്യുന്നതോ ആ ശക്തിയുടെ
ഉണ്ടാക്കി വെച്ച സയൻസ് വെച്ചാണ്. ആ ശക്തി തന്നെയാണ് ഈ വസ്തുക്കളെല്ലാം മാറി. ആ വസ്തുക്കളെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ആർക്ക് വേണ്ടി തന്നെ? അങ്ങേർക്ക് വേണ്ടി തന്നെ. അപ്പം ആ കൃഷ്ണന്റെ ഗുണഗണങ്ങളെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം ആര് തന്നെയാണ്? ആ ശക്തി തന്നതാണ്. അതൊരു സയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്തോ കണ്ടുപിടിക്കുന്നത്. ആ സയൻസ് ആര് തന്നു തന്നെയാണ്? അത് തന്നു തന്നെയാണ്. അപ്പം എല്ലാം ആ ശ്രീകൃഷ്ണന്റെ ഗുണനാമങ്ങളെയാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മത്തെയാണ്. അല്ലാതെ നമ്മളെ രാധേ രാധയല്ല. അതും ബ്രഹ്മം തന്നെ, ഞാനും ബ്രഹ്മം തന്നെ. അത് തുടർച്ചയായി സ്മരിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? തുടർച്ചയായിട്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ ശക്തിക്കായി എന്ന ഒരു ചിന്തയോടുകൂടി ചെയ്യുക. ഇതാണ് മനുഷ്യൻ. ഇതേ ഉപദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഫോട്ടോയും വെച്ചിട്ട് പൂജിക്കാനോ വിളക്കത്തിച്ച് വെക്കാനോ ഒന്നും അതിനൊന്നും ആ ശക്തിക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല. അതിനൊരു ലോകം ഉണ്ടാക്കണം. അതിന് നമ്മൾ കർമ്മം ചെയ്ത് കൊടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ച് തീർത്തു. ഇത്രയേ ആവശ്യമുള്ളൂ. അല്ലാതെ ബാക്കി ഒന്നും ഇന്ന് കാണുന്ന ആചാരങ്ങളൊന്നും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി 37, 38. എന്നിട്ട് എന്ത് പറയുന്നു? വാസുദേവനായും പ്രദ്യുമ്നായും അനിരുദ്ധനായും ചതുർമുഖിയായും സർവേശ്വരനായി സ്ഥിതി ചെയ്യുന്ന അങ്ങേക്ക് നമസ്കാരം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ശരിക്കും ഉച്ചരിക്കുന്നവൻ ശരിയായ കാഴ്ചപ്പാടുള്ളവനാകുന്നു. അവനാണ് യഥാർത്ഥ ജ്ഞാനി. അതായത് അവസാനം പറഞ്ഞു വെക്കുന്ന വാസുദേവനും പ്രദ്യുമ്നും അനിരുദ്ധനും ചതുർമുഖനും എല്ലമ്മ സർവേശ്വരനാണ്. ആ നിലയിൽ തന്നെയാണ് കൃഷ്ണൻ എന്നും പറയുന്നത്. അല്ലാതെ പറയുന്നതല്ല ഏതിനെ പറ്റിയാണ്? ആ ബ്രഹ്മത്തെ പറ്റിയാണ്. അല്ലാതെ കൃഷ്ണനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ രാധേ രാധേ എന്നുള്ള ആ ഒരു കഥയിലുള്ള കഥാപാത്രമായിട്ടല്ല ഇവിടെ പറയുന്നത്. എല്ലാം എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ നിലയിൽ കൃഷ്ണനും ബ്രഹ്മം തന്നെയാണ്. ഇപ്പം കൃഷ്ണൻ എന്ന് പറയുന്നതുകൊണ്ട് നമ്മളെ ഇടുങ്ങിയ ചിന്താഗതികളുടെ രാധേ രാധയിലേക്കൊന്നും എത്തിപ്പോകരുത്. അതും ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ബ്രഹ്മം തന്നെയാണ്. അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാം ബ്രഹ്മമാണ്. ആ നിലയിൽ കൃഷ്ണനെ അവിടെ കൃഷ്ണൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണ്. അല്ലാതെ നമ്മളെ മനസ്സിൽ കിടക്കുന്ന ആ രൂപത്തിലല്ല. അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണണം. അതുകൊണ്ടാണ് വാസുദേവനും പ്രദ്യുമ്നും അനിരുദ്ധനും ചതുർമുഖിയ എല്ലാ സർവേശ്വരൻ തന്നെയാണ്. അങ്ങേക്ക് നമസ്കാരം, എല്ലാമായ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. എന്നിട്ട് 39 കൃഷ്ണന്റെ ഉപദേശങ്ങൾ എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞ ശ്രീ ഭഗവാൻ എനിക്ക് ജ്ഞാനത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്തു. കൃഷ്ണൻ എനിക്ക് ഈ ഐശ്വര്യമെല്ലാം എന്തുകൊണ്ടാണ് പ്രദാനം ചെയ്തത്? ആ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് അതേപോലെ ഞാൻ അനുസരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഐശ്വര്യമെല്ലാം ആര് തന്നത്? കൃഷ്ണൻ തന്നത്, ആ ബ്രഹ്മം തന്നത്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൃഷ്ണനല്ല, ബ്രഹ്മം. എന്നിട്ട് 40 എന്ത് പറയുന്നു? അങ്ങ് അധികം പഠിച്ചറിവുള്ള വിദ്വാനാണ്. അതുകൊണ്ട് ഭഗവാന്റെ കീർത്തി മഹാത്മ്യത്തെ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇനി എന്ത് വേണം? അങ്ങേ ഇതെല്ലാം പഠിച്ച് നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ്. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ഭഗവാന്റെ കീർത്തി മഹാത്മ്യത്തെ പ്രഖ്യാപനം ചെയ്യുക. ഏതിലൂടെ? ഇനിയുള്ള ഗ്രന്ഥങ്ങളിലൂടെ, അതായത് ഭാഗവതത്തിലൂടെ പ്രഖ്യാപനം ചെയ്യണം ഓരോന്ന് പറയുമ്പോഴും. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ ഇടയ്ക്ക് കൃഷ്ണ കൃഷ്ണ എന്ന് ഇവിടെയെല്ലാം കൃഷ്ണ എന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു ബന്ധം അതുമായിട്ട് ചേർക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് പറയുന്നു? അങ്ങനെ വിദ്വാൻ ഭഗവാന്റെ കീർത്തി മഹാത്മ്യത്തെ പ്രഖ്യാപിക്കുന്നത് വഴി മാത്രമേ വിദ്വാൻമാരായ, എത്ര വിദ്വാൻമാരായാലും അടിക്കടി താപത്രയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം പീഡിതരായ അവരുടെ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ. അതായത്
അല്ലെങ്കിലും മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും, അതൃപ്തി ഉണ്ടായിക്കൊണ്ടിരിക്കും, മനസ്സിലൊരു തൃപ്തി തോന്നാതിരിക്കും. ഇതെല്ലാം ഉണ്ടാകുന്നതിന് കാരണം ഇതും കൂടി ചേർത്ത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ കീർത്തി മഹാത്മ്യത്തെ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് എന്തുവേണം, ഈ താപത്രയങ്ങളെ കൊണ്ടുണ്ടാകുന്ന പീഡനങ്ങളെയെല്ലാം മറികടക്കണം. അതുകൊണ്ട് മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ, ദുഃഖശമനം ഉണ്ടാവുകയുള്ളൂ. അതിന് വേറൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്.